നമസ്കാരം. പ്രധാന വാർത്തകൾ. വൈദ്യുതാഘാതമേറ്റ് മരിച്ച അക്ഷയുടെ കുടുംബത്തിന് KSEBയുടെ സഹായം കൈമാറി. നെടുമങ്ങാട് റോഡിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ച 19-കാരൻ അക്ഷയുടെ കുടുംബത്തിന് 3 ലക്ഷം രൂപയുടെ ചെക്ക് KSEB കൈമാറി. മുമ്പ് 25,000 രൂപയുടെ അടിയന്തര ധനസഹായം നൽകിയിരുന്ന KSEB തുടർന്ന് നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തുക കൈമാറുകയായിരുന്നു. ജൂലൈ 20-ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത്. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് സുഹൃത്തുക്കൾക്കൊപ്പം ബൈക്കിൽ മടങ്ങുകയായിരുന്നു അക്ഷയ്. റോഡിൽ ഒടിഞ്ഞു വീണ വൈദ്യുത കമ്പിയിൽ തട്ടിയാണ് അപകടമുണ്ടായത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. ലക്ഷങ്ങളുടെ സാധനങ്ങൾ മോഷണം പോയി. സോളാർ പ്ലാന്റിന്റെ ഉപയോഗശൂന്യമായ ബാറ്ററികളിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷണം പോയി. 5.5 ലക്ഷം രൂപ വില വരുന്ന സാധനങ്ങളാണ് മോഷണം പോയത്. 300 ബാറ്ററികളിൽ നിന്നാണ് ഇത്തരത്തിൽ മോഷണം നടന്നത്. 4 വർഷത്തിനിടെയാണ് മോഷണമെന്ന പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസിൽ കൊടുത്ത പരാതിയിൽ പറയുന്നു. ജയിൽ വളപ്പിലെ പവർ ലോണ്ടറി യൂണിറ്റ് കെട്ടിടത്തിലാണ് മോഷണം നടന്നത്. സൂപ്രണ്ടിന്റെ പരാതിയിൽ പൂജപ്പുര പോലീസ് കേസെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വീടിന് മുന്നിൽ വൃദ്ധയെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. പൂവൻപാറ സ്വദേശി ലീലാമണിയാണ് മരിച്ചത്. ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും വീട്ടിലേക്ക് കണക്ഷൻ കൊടുത്തിരുന്ന ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത്. ലീലാമണിയും ഭിന്നശേഷിക്കാരിയായ മകൾ അശ്വതിയും മാത്രമാണ് വീട്ടിൽ താമസമുണ്ടായിരുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടെ ലീലാമണി സമീപത്തെ ഇലക്ട്രീഷ്യന്റെ വീട്ടിൽ ചെന്ന് കറണ്ടില്ല എന്ന് പറഞ്ഞിരുന്നു. മരം മുറിക്കുന്നതിനിടെ അപകടം. വടം അരയിൽ മുറുകി യുവാവിന് ദാരുണാന്ത്യം. ആലപ്പുഴ കാട്ടൂരിൽ മരം മുറിച്ചു മാറ്റുന്നതിനിടയിൽ വടം അരയിൽ മുറുകി യുവാവ് മരിച്ചു. കാട്ടൂർ സ്വദേശി എബ്രഹാം PP ആണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മരം മുറിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. മരം മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകൾ ഭാഗം ഒടിഞ്ഞു വീഴുകയും മരം നടുകെ പിളരുകയും ചെയ്തു. ഇതോടെ മരവുമായി ബന്ധിപ്പിച്ച് അരയിൽ കെട്ടിയ വടം മുറുകുകയായിരുന്നു. ഉടനെ എബ്രഹാമിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിച്ചു. പാലോട് രവിയുടെ രാജിക്ക് പിന്നാലെ ജിലേബി വിതരണം നടത്തി യൂത്ത് കോൺഗ്രസ് നേതാവ്. പാലോട് രവിയുടെ രാജിക്ക് പിന്നാലെ ജിലേബി വിതരണം. യൂത്ത് കോൺഗ്രസ് നേതാവ് പെരിങ്ങമല മണ്ഡലം വൈസ് പ്രസിഡന്റാണ് ജിലേബി വിതരണം ചെയ്തത്. കോൺഗ്രസിനെ വെട്ടിലാക്കിയ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ പാലോട് രവി തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയായിരുന്നു. നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് രാജി. LDF ഭരണം തുടരുമെന്നും കോൺഗ്രസ് എടുക്കാച്ചടക്കാകുമെന്നും പ്രാദേശിക കോൺഗ്രസ് നേതാവിനോട് രവി പറയുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത്.